ഹായ്. അപ്പോൾ ഇന്ന് കുറച്ച് നേരം ഹൃദയത്തിൽ നിന്ന് സംസാരിക്കാം. ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഒരു ഫാക്കൽറ്റി ഉപയോഗിക്കാതെ എൻ്റെ ഉള്ളിൽ എവിടെ നിന്നോ സംസാരിക്കുമ്പോഴാണ് ഞാൻ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അടുത്തെന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് എനിക്ക് പ്രത്യേകിച്ച് ധാരണയൊന്നും ഉണ്ടായിരിക്കില്ല. വെറുതെ അങ്ങ് സംസാരിക്കും. ഇപ്പോൾ സംസാരിക്കുന്ന പോലെ. അടുത്ത് ഞാൻ പറയാൻ പോകുന്ന വാക്ക് എന്താണെന്ന് പോലും എനിക്കറിയില്ല. എന്നാലും ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് നോ ഐഡിയ. പക്ഷേ ആദ്യം ഒരു കഥ പറയാം. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചേച്ചിയുടെ കഥയാണ്. പുള്ളിക്കാരി നമ്മുടെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കേരളത്തിലെ ഗവൺമെൻറ് കോളേജിൽ PhD ഒക്കെ കഴിഞ്ഞ് സിവിൽ സർവീസ് എക്സാമൊക്കെ പലതവണ പാസ്സാവുകയും പിന്നീട് ഇൻ്റർവ്യൂ ഫെയിലായിട്ടൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ കഥയാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. പുള്ളിക്കാരി വളരെ ലേറ്റായിട്ടാണ് മാരേജിൻ്റെ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല എന്നെൻ്റെ കൂട്ടുകാരൻ ഒരിക്കലും ചേച്ചിയോട് ചോദിക്കുകയുണ്ടായി. കോളേജിലൊക്കെ പഠിച്ചപ്പോൾ പ്രേമം അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞൊരു ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചത് കേരളത്തിൽ. അവിടെ പഠിച്ചപ്പോൾ ആ ക്ലാസ്സിലാകെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ. അത് പുള്ളിക്കാരിയായിരുന്നു. പുള്ളിക്കാരി അത്യാവശ്യം കാണാനൊക്കെ ഭംഗിയുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അവർ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവർ ഒരു പയ്യൻ പോലും പ്രണയാഭ്യർത്ഥന നടത്തുകയോ പ്രപ്പോസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പുള്ളിക്കാരിയും വിചാരിച്ചു ഓക്കെ, ഐ ഡോണ്ട് ഡിസേർവ് ഇറ്റ്, എന്നെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ആരും എന്നെ പ്രപ്പോസ് ചെയ്യാൻ വരാത്തത്. പിന്നീട് പുള്ളിക്കാരി കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയതിനു ശേഷമാണ് പുള്ളിക്കാരിയുടെ അതേ ക്ലാസ്സിൽ പഠിച്ച ഒരു പെൺകുട്ടിയുമായി പിന്നീട് സംസാരിക്കുമ്പോൾ അവർ പറയുകയുണ്ടായി, നിന്നെ ആരും നോക്കാത്തതിൻ്റെ കാരണം പലർക്കും നോക്കണം എന്നൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് ഈ സർട്ടിഫിക്കേഷൻ്റെയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായത് ദളിതാണെന്ന്. അപ്പോൾ ക്ലാസ്സിൽ 20 ആണുങ്ങളുണ്ടായിരുന്നു. ആ 20 പേരും കൂടി ഒരു തീരുമാനമെടുത്തു, ആരും നിന്നെ നോക്കണ്ടെന്ന്. ബാക്കി ആ ക്ലാസ്സിൽ പഠിച്ച എല്ലാ പെൺകുട്ടികൾക്കും കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ പ്രണയം ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ തന്നെ 2 ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടികളുണ്ടായിരുന്നു. അവർക്കും പുള്ളിക്കാരിയെ പ്രേമിക്കണമെന്നോ പ്രപ്പോസ് ചെയ്യണമെന്നോ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ അത് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കഴിഞ്ഞ് പുള്ളിക്കാരി JNUവിൽ പഠിക്കാൻ പോയി. ഏറ്റവും കൂടുതൽ ലെഫ്റ്റിസ്റ്റുകളുള്ള ഒരു കോളേജായിട്ടാണ് ഇപ്പോഴും JNU പറയുന്നത്. ഈ നോർത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇപ്പം വളരെ മറ്റ് പൊളിറ്റിക്സിലേക്ക് പോയപ്പോൾ ഒരു ചുവന്ന തുരുത്തായിട്ട് ഒരു ലെഫ്റ്റിസ്റ്റ് കമ്മ്യൂണിറ്റി ആയിട്ട് നിലനിൽക്കുന്ന ഒരു കോളേജാണ് JNU എന്ന് പൊതുവെ പറയാറുണ്ട്. അവിടെ പുള്ളിക്കാരി പോയതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം തന്നെ ഈ ഒരു പ്രശ്നം നേരിടാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. ആർക്കും അറിയാത്തൊരു സ്ഥലമല്ലേ, അവിടെ പോയി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ പറഞ്ഞ ലെഫ്റ്റിസ് ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് അവിടെ ചെന്ന് പുള്ളിക്കാരിക്ക് ആദ്യത്തെ ആഴ്ച തന്നെ മനസ്സിലായി, എല്ലാവരും അറിഞ്ഞു പുള്ളിക്കാരി ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. എങ്ങനെ അറിഞ്ഞു എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. സിമ്പിളാണ്. കാരണം ആദ്യം ഹോസ്റ്റൽ അലോട്ട് ചെയ്ത് കിട്ടിയ വ്യക്തികളിൽ ഒരാൾ പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരിക്ക് റിസർവേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യം പുള്ളിക്കാരിക്ക് ഹോസ്റ്റൽ അലോട്ട് ചെയ്ത് കിട്ടിയത്. അപ്പോൾ തന്നെ എല്ലാവരും അറിഞ്ഞു പുള്ളിക്കാരി ഈ കാറ്റഗറിയിൽപ്പെട്ട ആളാണ്. പിന്നീട് അവിടെ പഠിച്ച 2 വർഷവും ഇത് തന്നെയായിരുന്നു അവസ്ഥ. പ്രണയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. കാരണം പ്രണയം എന്ന് പറയുന്ന പ്യുവറായി സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യത്തിനെ പോലും ഷെയ്ക്ക് ചെയ്യുന്നത് കണ്ടോ? ജാതി എന്ന് പറയുന്ന ഒരു കാര്യം. ഒരുപാട് പേര് റിസർവേഷൻ ഇതിലേക്ക് സംസാരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പം അതിലൊന്നും ഒരു പൊളിറ്റിക്കൽ അഭിപ്രായങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്കിപ്പോൾ ഇല്ല. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുകയും വേണ്ട. ഇപ്പം എന്നോടൊരാൾ ഒരിക്കൽ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്, റിസർവേഷൻ വേണോ വേണ്ടയോ എന്നാണോ വിചാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഞാൻ പറയുന്നു, ഇന്ന് ഞാൻ പറയുന്നത് വേണം. ഈ കൊച്ചു കേരളത്തിൽ ഉൾപ്പെടെ അതിൻ്റെ ആവശ്യമുണ്ട്. ഒരു മാറ്റവും സാഹചര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ്. പിന്നീട് ഈ ജാതിക്ക് അപ്പുറത്തേക്ക് ചിലർ സർവൈവ് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് നല്ല നിറമുണ്ടെങ്കിൽ, നല്ല വെളുത്ത് തൊടുത്താണ് നമ്മൾ ഇരിക്കുന്നതെങ്കിലേ നമ്മൾ ജാതിയുടെ അതിർവരമ്പ് കടന്നു പോകും. എങ്കിൽ നമ്മൾ ഈ കാസ്റ്റിൽപ്പെട്ട ആളായാലും സാരമില്ല, അവൾക്ക് ഞാനൊരു ജീവിതം കൊടുക്കാം എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളിത്തിരി വെളുത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഓൾറെഡി അസ്യൂം ചെയ്യും നമ്മൾ ഈ കാസ്റ്റിൽപ്പെട്ട ആളാണ് എന്ന് അസ്യൂം ചെയ്യും. പിന്നീട് നമ്മുടെ സർട്ടിഫിക്കേഷനൊക്കെ കാണണം, എന്നാലും അവർക്ക് ആ ഡൗട്ട് കൺഫ്യൂഷനൊക്കെ വരും. നോക്കൂ, സ്നേഹത്തിൻ്റെ വിലയെപ്പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അത് കണ്ടീഷനിങ്, നമ്മുടെ മനസ്സ് നമ്മളെ എത്രത്തോളം ഗ്രിപ്പ് ചെയ്ത് പിടിക്കുമെന്നുള്ള കണ്ടീഷനിങ്ങിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ജാതി എന്ന് പറയുന്ന ഒരു സാധനം.
അത് പല രൂപത്തിലുണ്ട്. ജാതിയാവട്ടെ, മതമാവട്ടെ, നിറമാവട്ടെ, പല രൂപത്തിലുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഇത് ഇന്നവിറ്റബിൾ ആണത്. തടയാനാവില്ല. മനസ്സുള്ള മനുഷ്യനതുണ്ടാവും. അതാരുടെയെങ്കിലും കുറ്റമാണെന്ന് ചോദിച്ചാൽ ആണെന്നും പറയാൻ വയ്യ, അല്ലെന്നും പറയാൻ വയ്യ. അതാണ് അവസ്ഥ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എന്തിനാണ് ഇവന് വന്ന് ആത്മീയപരമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആൾ ഒരു ബന്ധമില്ലാത്ത കാര്യം പറയുന്നത്? ആക്ച്വലി കാര്യമുണ്ട്. ഇതിന് ആത്മീയപരമായിട്ടൊരു കാര്യമുണ്ട്. ഒരിക്കൽ എന്നോട് ഒരാൾ ചോദിച്ചു, ഈ ബ്രാഹ്മണന്മാർക്ക് മാത്രമേ ബോധോദയം ലഭിക്കുകയുള്ളൂ എന്ന്. അതായത് അവരല്ലേ എപ്പോഴും നോൺ വെജ് ഒക്കെ കഴിക്കാതിരിക്കുന്നത്, പച്ചക്കറി മാത്രം കഴിക്കുന്നത്, സ്ഥിരമായി ദൈവത്തെ പ്രാർത്ഥിക്കുന്നത്, രാവിലെ വെളുപ്പാങ്കാലം മുതൽ 6 മണി വരെ തുടർച്ചയായിട്ട് മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത്. അപ്പോൾ അവർക്ക് മാത്രമേ മോക്ഷം കിട്ടാനുള്ള യോഗ്യത ഉള്ളൂ എന്നോട് ചോദിച്ചു. ഞാൻ ചിരിച്ചു പോയി, സത്യം പറഞ്ഞാൽ. അറിയാതെ ചിരിച്ചതാണ്. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രാഹ്മണൻ എന്നൊരു ഡെഫിനേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപ്കമിങ്നെസ്സും അതെന്തുകൊണ്ട് വന്നു അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രാഹ്മണനായാലും അല്ലെങ്കിലും ബോധോദയം ഉണ്ടാവും. ബ്രാഹ്മണനായാലും അല്ലെങ്കിലും ബോധോദയം ഉണ്ടാവാതെ ഇരിക്കും. അത്രേ ഉള്ളൂ. അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു കഴിഞ്ഞാൽ അത് വളരെ പൊളിറ്റിക്കലായി പോകും. പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരുടെയും കൺസേൺ അതല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ്. രമണ മഹർഷി ഒരു ബ്രാഹ്മൺ ഫാമിലിയിൽ ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹം തിരുവണ്ണാമലയിൽ വന്നപ്പോഴത്തേക്കും പൂണൂലൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് അവിടെ ധ്യാനത്തിലിരുന്നപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പരിചയക്കാരൊക്കെ അവിടെ വെച്ച് അദ്ദേഹത്തെ കാണുകയും ഇദ്ദേഹം ഇന്ന കുടുംബത്തിലൊരു ബ്രാഹ്മണ കുട്ടിയാണെന്ന് അവിടെയൊക്കെ പടരുകയും അദ്ദേഹത്തെ ബ്രാഹ്മണ സ്വാമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഗണപതി മുനിയാണ് അദ്ദേഹത്തിന് രമണ മഹർഷി എന്ന് പറയുന്ന പേര് കൊടുത്തത്. അദ്ദേഹത്തിനുള്ളിൽ നിന്ന് ഒരു സ്വാഭാവികമായി വന്നൊരു പേര് അദ്ദേഹത്തിന് കൊടുത്തത്. ആ പേര് രമണ മഹർഷി അക്സെപ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മണസ്വാമി എന്നുള്ള പേര് ഒരിക്കലും അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാനിത് പറയാനുണ്ടായ കാരണം, രമണാശ്രമത്തിൽ ഒരുപാട് വേർതിരിവുകൾ ആ കാലഘട്ടത്തിലുണ്ടാകും. രമണാശ്രമം ഉണ്ടായ സമയത്ത്, അതായത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാക്കിയ ഭക്ഷണം അവിടെയുള്ള ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കഴിക്കില്ലായിരുന്നു. രമണാശ്രമത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, കഴിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പലപ്പോഴും ഭക്ഷണം ഈ പറഞ്ഞ ഹയർ കാറ്റഗറി ആൾക്കാരെ കൊണ്ടാണ് ഉണ്ടാക്കിച്ചുകൊണ്ടിരുന്നത്. കാരണം മറ്റുള്ളവർ അങ്ങനെ പട്ടിണിയായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഭഗവാൻ വേർതിരിവൊന്നുമില്ല. അതുപോലെ ഈ 2 കാറ്റഗറി ആൾക്കാർ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വേർതിരിവുണ്ടായിരുന്നു. എന്തോ ഒരു കാര്യം വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പർട്ടിക്കുലർ കാസ്റ്റിൽപ്പെട്ട ആൾക്കാരെല്ലാം ഒരു സൈഡിലും ബാക്കി എല്ലാ കാസ്റ്റിലുള്ള ആൾക്കാരും ഒരു സൈഡിലായിരുന്നു. ഇതിനെ നടുക്കായിട്ട് ഭഗവാൻ ഇരിക്കും. കാരണം രണ്ടുപേരെ ഒരുപോലെ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്, രമണ മഹർഷിയെ കാണാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്ന ഒരാൾ അദ്ദേഹം വിളിച്ച് അടുത്തിരുത്തി ആഹാരം കഴിക്കും. അതിനിങ്ങനെ ജാതി ഗ്രേഡിംഗ് ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. രമണ മഹർഷിയുടെ അടുത്തുനിന്ന് ബോധോദയം നേടി അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തും അതിന് ആ ഒരു ടേമിൽ തന്നെ ബോധോദയം നേടിയ വ്യക്തികളിൽ 90% ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്ന കാസ്റ്റിൽപ്പെട്ട ആൾക്കാരൊന്നും ആയിരുന്നില്ല. പിന്നീടും അതെ. ഇനിയും രമണ മഹർഷിയായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയും കൂടി എനിക്ക് പറയാനുണ്ട്. അതും കൂടെ പറഞ്ഞാലേ ഈ ഒരു ഫ്ലോയിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. രമണ മഹർഷിയുടെ അമ്മ ഈ കസ്റ്റംസ് ഒക്കെ വളരെ സ്റ്റേണായിട്ട് ഫോളോ ചെയ്തിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരു ദിവസം ഒരു 3-4 പേര് അവിടെ ഭിക്ഷ എടുക്കാനായിട്ട് വന്നു. അപ്പോൾ രമണ മഹർഷിയുടെ അമ്മ പാചകം ചെയ്ത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ കഴിക്കാൻ ആഹാരം ചോദിച്ച് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കസ്റ്റം എന്തോ ഉണ്ട്, എനിക്ക് കൃത്യമായി ഓർക്കുന്നില്ല. കസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇതുണ്ടാക്കി ബ്രാഹ്മണ സ്ത്രീ കഴിച്ചതിന് ശേഷം മാത്രമേ മറ്റ് ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് ഭിക്ഷ പോലും കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. തമിഴ്നാട്ടിൽ അന്ധകാലത്തെ കാര്യമാണ് പറയുന്നത്, ഇപ്പോഴുണ്ടാകാൻ വഴിയില്ല. അപ്പോൾ പുള്ളിക്കാരി അത് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് ഭഗവാൻ എങ്ങനെയാണ് അറിഞ്ഞു? ഭഗവാൻ ഉടനെ അമ്മയെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഈ ആളുകൾ അവിടെ നിൽപ്പുണ്ട്, ഈ ഭിക്ഷ യാചിച്ച് വന്നവരവിടെ നിൽപ്പുണ്ട്, ഈ മറ്റൊരു കാസ്റ്റിൽപ്പെട്ട ആൾക്കാരോട്, ഏത് കാസ്റ്റെന്നൊന്നും എനിക്കറിയില്ല. ഭഗവാൻ അമ്മയോട് ചോദിച്ചു, എന്താണ് തന്നെ ചോദിച്ചു. അപ്പം പറഞ്ഞ ആളുകൾ അവിടെ നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞില്ല, മനസ്സിലായില്ല. ഭഗവാൻ പറഞ്ഞു, അരുണാചല സ്വരൂപം, അതായത് അരുണാചലത്തിൻ്റെ സ്വരൂപങ്ങളാണ് ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞു. പിന്നീട് ഈ കസ്റ്റത്തിനെ പറ്റിയും ജാതിപരമായ നിയമങ്ങളെ പറ്റിയൊന്നും രമണ മഹർഷിയുടെ അമ്മ മരിക്കുന്നവരാലോചിച്ചിട്ടില്ല. അപ്പോൾ സത്യത്തെ അറിഞ്ഞൊരു മനുഷ്യന്, ബ്രഹ്മത്തെ അറിഞ്ഞൊരു മനുഷ്യന് എല്ലാത്തിലും അരുണാചല സ്വരൂപം കാണാൻ പറ്റും. നോക്കൂ, നിങ്ങൾ എവിടെ ജനിച്ചു എന്നുള്ളതിനൊരു പ്രസക്തിയില്ല. നിങ്ങൾ എവിടെയാണ് മരിക്കുന്നത് എന്നുള്ളതിനും പ്രസക്തിയൊന്നുമില്ല. നിങ്ങളെപ്പോഴും അതായി തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ എത്ര മോശപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്താലും, നല്ലതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്താലും, നിങ്ങളെപ്പോഴും അതാണ്.
അതിനെ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കതിനെ അറിയണം. അതിനെ അറിയാനായിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറയുന്ന ഒരൊറ്റ പ്രോസസ്സ് മാത്രം ചെയ്താൽ മതി. അതിന് ജാതിയുടെ ഒരു ഗ്രേഡിങ്ങിൻ്റെ ആവശ്യമില്ല. ജാതി എന്നല്ല, നിറമായാലും മതമായാലും പണമായാലും നമ്മുടെ വീടിൻ്റെ വേലിയായാൽ പോലും തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ജീവനെ നമ്മളിൽ നിന്ന് വേർതിരിച്ച് നമ്മൾ കാണുന്ന ദിവസം വരെ നമ്മൾ മനസ്സിലാക്കുക, യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരെയാണ്. ഈ വേർതിരിവ് എപ്പോഴാണോ ഇല്ലാതാവുന്നത് അപ്പോഴാണ് നമ്മൾ യാഥാർത്ഥ്യത്തിന് അടുത്തെത്തുന്നത്. പലരും പല കാര്യങ്ങൾ ചോദിക്കുകയാണ്. അവൻ ആ മതത്തിൽപ്പെട്ടവൻ എന്നോട് പറഞ്ഞു നിൻ്റെ മതം അത്ര പോരാ, ഈ ജാതിയിൽപ്പെട്ടവൻ എന്നോട് പറഞ്ഞു നീ താഴ്ന്ന ജാതിയാണ്, അപ്പം നീ എൻ്റെ അടുത്ത് വരാൻ പാടില്ല. അല്ലെങ്കിൽ അവൻ പറഞ്ഞു നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണ്, നിങ്ങൾ കൂടിയ ജാതിയിൽപ്പെട്ട ആൾക്കാരല്ലേ, അപ്പോൾ എൻ്റെ വീടിൻ്റെ പരിസരത്തോടെ നിങ്ങൾ വരണ്ട, നമ്മൾ പാവങ്ങളിങ്ങനെ ജീവിച്ചോളാം അവൻ എന്നോട് പറഞ്ഞു. ഇത് രണ്ട് ഇറ്റ് വർക്ക്സ് ബോത്ത് വേസ് കേട്ടോ. ഇത് അങ്ങോട്ടും വർക്ക് ചെയ്യും ഇങ്ങോട്ടും വർക്ക് ചെയ്യും. ഇതിപ്പോൾ ഈ ജാതി വിവേചനം ഈ മേൽജാതി എന്ന് അവകാശപ്പെടുന്ന ആൾക്കാരുടെ കുത്തകയൊന്നുമല്ല, അത് തിരിച്ച് സംഭവിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇവിടെ ഇതൊരു വേർതിരിവിൻ്റെ പ്രശ്നമാണ്. അമേരിക്കയിൽ ഭൂരിഭാഗം വരുന്ന ആൾക്കാരും ഒരു പർട്ടിക്കുലർ മതം, ക്രിസ്ത്യൻ എന്ന് പറയുന്ന മതത്തിൽപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ അവർ നിറത്തിൻ്റെ പേരിൽ വേർതിരിച്ച് തമ്മിൽ തല്ലാറുണ്ട്. അവർ തന്നെ ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസും ഓർത്തഡോക്സ് ക്രിസ്ത്യൻസും ബാപ്റ്റിസ്റ്റുകളും കാത്തലിക്സുകളും തമ്മിൽ തല്ലാറുണ്ട്, തല്ലി മരിക്കാറുണ്ട്. ഇത് മനസ്സിൻ്റെ ഒരു ബേസിക് ക്വാളിറ്റിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് മനസ്സിനെല്ലാം വേർതിരിച്ചുകൊണ്ടേയിരിക്കണം. ഡിവൈഡ് ആൻഡ് കോങ്കർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് തന്ത്രത്തെ പറ്റി നമ്മളെപ്പോഴും സംസാരിച്ച് ചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇത് ആക്ച്വലി മനസ്സിൻ്റെ ഒരു കളിയാണ്. വേർതിരിവുണ്ടെങ്കിലേ മനസ്സിന് നിലനിൽപ്പുള്ളൂ. എല്ലാം വിഭിന്നമായിരുന്നാൽ മാത്രമേ മനസ്സിന് നിലനിൽപ്പുള്ളൂ. കാരണം അതാണ് ഡ്യുവാലിറ്റി, അതാണ് ദ്വൈതം. എല്ലാം ഒന്നായി കഴിഞ്ഞാൽ അദ്വൈതം. അദ്വൈതത്തിൽ മനസ്സിനെന്താ പ്രസക്തി? മനസ്സിന് നിലനിൽപ്പ് വേണമെങ്കിൽ മനസ്സിന് വേർതിരിവുണ്ടാവണം. വേർതിരിക്കാൻ മനസ്സിങ്ങനെ കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. നോക്കൂ, നിങ്ങളുടെ അയൽവാസി നിങ്ങളുടെ ജാതിയിൽ പെടാത്ത ഒരാൾ, നിങ്ങളുടെ മതത്തിൽ പെടാത്ത ഒരാൾ, നിങ്ങളുടെ അത്രയും പണമില്ലാത്ത ഒരാളോ അല്ലെങ്കിൽ പണം നിങ്ങളെക്കാൾ കൂടുതലുള്ള ഒരാളോ ആവട്ടെ, ഇവരൊക്കെ എല്ലാം ഒരു മോശം ക്വാളിറ്റി ഉണ്ടാവും. ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. എന്തോ ഡ്യുവാലിറ്റിയിലാണ് നമ്മളിപ്പോൾ. ആർക്കും പെർഫെക്റ്റ് ആവാൻ പറ്റില്ല. പിന്നെന്താണ് കുഴപ്പം? എന്താണ് പെർഫെക്റ്റ് ആവാൻ പറ്റാതിരുന്നാലും അവരെ മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനും നമ്മുടെ ഉള്ളിലെ ആ സത്യത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് സംസാരിക്കാനും പെരുമാറാനും നമുക്ക് പറ്റണം. എന്തിന്? നിങ്ങൾക്ക് ഈ യാഥാർത്ഥ്യത്തെ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്. അപ്പോൾ എനിവേ, എന്തിനുകൊണ്ടാണ് ഞാനിന്നിപ്പോൾ സംസാരിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. സംസാരിക്കണം തോന്നി. ആർക്കെങ്കിലും ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാവും. അയാൾ എന്തെങ്കിലും ഈ വീഡിയോ കാണട്ടെ. താങ്ക് യു.